നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ സംഘർഷം അത് രൂക്ഷമായതോടുകൂടി ലോകമെമ്പാടുമുള്ള കപ്പൽ ഗതാഗതം, പ്രത്യേകിച്ചും വാണിജ്യ കപ്പൽ ഗതാഗതം വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് ഓരോ ദിവസവും ഉണ്ടാകുന്ന കപ്പൽ ഗതാഗതത്തിൻ്റെ വലിയൊരു പങ്ക്, ഏതാണ്ട് എണ്ണ നീക്കത്തിൻ്റെ 1/5 വരുന്ന കപ്പൽ ഗതാഗതം നടന്നുകൊണ്ടിരുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളാണ്. അമേരിക്കയും ഇറാനും അവിടെ കപ്പൽ ഗതാഗതത്തിന് പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇറാൻ അവിടെ മൈനുകൾ പാകിക്കൊണ്ട് കപ്പൽ ഗതാഗതം അപകടപ്പെടുത്തിയിരിക്കുന്നു. ഇറാൻ അനുവദിക്കുന്ന പാതയിലൂടെ മാത്രമേ കപ്പലുകൾക്ക് ഇപ്പോൾ സഞ്ചരിക്കാൻ കഴിയുന്നുള്ളൂ. ഇറാൻ്റെ അനുമതിയോ അല്ലെങ്കിൽ ഇറാൻ്റെ നിർദ്ദേശവും ഇല്ലാതെ കപ്പൽ അതുവഴി കടന്നുപോയാൽ തീർച്ചയായും അവർ ആക്രമിക്കുന്നുണ്ട്. മാത്രമല്ല, അമേരിക്കയുടെ സുരക്ഷാ വലയത്തിലും ഇത്തരത്തിൽ കപ്പലുകൾ മറുഭാഗത്തുകൂടി, അതായത് ഒമാൻ തീരത്തുകൂടി ഹോർമൂസ് കടലിടുക്ക് കടന്നു പോകുന്നുണ്ട്. എന്നാൽ ഈ കപ്പലുകളെ ഇറാൻ്റെ IRGC ആക്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരവധി കപ്പലുകളാണ് ഇതിനോടകം തന്നെ ആക്രമിക്കപ്പെട്ടത്. നിരവധി കപ്പലുകൾ കടലിൽ മുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എവിടെ കപ്പൽ അപകടം നടന്നാലും, എവിടെ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടാലും ഇപ്പോൾ വലിയ ആശങ്കയാണ്. ഹോർമൂസ് കടലിടുക്കിലെ ഈ പ്രതിസന്ധി മറ്റു പല മേഖലകളിലേക്കും കടക്കുകയാണ്. ഉദാഹരണത്തിന് കരിങ്കടലിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു. കരിങ്കടലിൽ ഈ റഷ്യയുടെ ഈ എണ്ണ നീക്കത്തിനെതിരെ ചില നടപടികൾ ചിലർ ആരംഭിച്ചിരിക്കുന്നു. മാത്രമല്ല, സൊമാലിയൻ കടൽ കൊള്ളക്കാരുടെ ഒരു ആക്രമണം അത് ഇപ്പോഴും യാതൊരു കുറവുമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ഒരു കപ്പൽ സൊമാലിയൻ കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയത്. അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു വരികയാണ്. ഈ സമയത്താണ് കഴിഞ്ഞ ദിവസം ഒഡീഷ തീരത്ത് ഒരു കപ്പൽ മുങ്ങിയതായുള്ള ഒരു വാർത്ത വരുന്നത്. പനാമയുടെ പതാകയുള്ള കപ്പലാണ്. 24 ജീവനക്കാർ ആ കപ്പലിൽ ഉണ്ടായിരുന്നു. ആ കപ്പലിൻ്റെ വിവരങ്ങൾ മാരിടൈം ട്രാക്കിംഗ് സിസ്റ്റത്തിൽ നിന്നും പൊടുന്നനെ അപ്രത്യക്ഷമാവുകയായിരുന്നു. ഉടൻ തന്നെ ഈ കപ്പൽ മുങ്ങി എന്ന വാർത്തയാണ് പിന്നീട് വന്നത്. അതായത് ഈ കപ്പലിൻ്റെ നിയന്ത്രണം അല്ലെങ്കിൽ കപ്പലിനെക്കുറിച്ചുള്ള വിവരം നഷ്ടപ്പെടുമ്പോൾ ഒഡീഷ തീരത്തു നിന്നും 200 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു ഈ കപ്പൽ എന്നുള്ളതാണ്. സിംഗപ്പൂരിലേക്ക് പോവുകയായിരുന്നു. ഇരുമ്പായിരുന്നു ചരക്കായി ആ കപ്പലിൽ ഉണ്ടായിരുന്നത്. 24ഓളം ജീവനക്കാരുണ്ടായിരുന്നു. ഈ 24 ജീവനക്കാരിൽ 20 പേർ ചൈനക്കാരും 3 പേർ മ്യാൻമാർ സ്വദേശികളും അതോടൊപ്പം തന്നെ ഒരാൾ ബംഗ്ലാദേശിയുമാണ്. 225 മീറ്റർ നീളം വരുന്ന വളരെ പടുകൂറ്റനായിട്ടുള്ള ഒരു കപ്പലാണത്. മാരിടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെന്ററിലാണ് ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചത്. അതുമുതൽ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഈ രക്ഷാപ്രവർത്തനത്തിൽ 2 പേരെ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകളെ രക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനവും അതുപോലെ തന്നെ തിരച്ചിൽ ദൗത്യവുമെല്ലാം വളരെ ഊർജിതമായി തന്നെ ആ മേഖലയിൽ തുടരുകയാണ്. എന്തായാലും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അടക്കം രംഗത്തുണ്ട്. ഇന്ത്യക്കാർ ആ കപ്പലിൽ ഇല്ല, ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. പക്ഷേ 20 ചൈനീസ് നാവികരും അതോടൊപ്പം തന്നെ 3 മ്യാൻമാർ നാവികരും 1 ബംഗ്ലാദേശി നാവികരും ആ കപ്പലിൽ ഉണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തുകൊണ്ടാണ് ഈ കപ്പൽ മുങ്ങിയത്, പൊടുന്നനെ എന്തുകൊണ്ടാണ് ട്രാക്കിംഗ് സിസ്റ്റത്തിൽ നിന്നും ഈ കപ്പൽ അപ്രത്യക്ഷമായത്, തുടർന്ന് മുങ്ങാൻ കാരണം എന്താണ്, ഇത്തരം വിവരങ്ങളൊന്നും തന്നെ ലഭ്യമല്ല. മേഖലയിൽ വലിയ സംഘർഷബാധിതമായ ഒരു സാഹചര്യമുണ്ട്. കാരണം നമുക്കറിയാം, വാണിജ്യ കപ്പലുകൾ നിരന്തരം ആക്രമിക്കപ്പെടുന്നുണ്ട്. അതിനെതിരെ രാജ്യങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ എന്തായാലും പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കുന്നത് വരെ വാണിജ്യ കപ്പലുകളുടെ ശനിദശ തുടർന്നുകൊണ്ടിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ സാഹചര്യത്തിലാണ് മറ്റൊരു കപ്പൽ കൂടി ഇന്ത്യൻ തീരത്ത് മുങ്ങുന്നത് എന്നുള്ളതാണ്. ആ കപ്പലുകൾ മുങ്ങുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, എന്താണ് കാരണം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറിയുണ്ടോ, ആക്രമണം നടന്നിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ പുറത്തു വരുമെന്നാണ് സൂചന.